മേപ്പാടി ഗവൺമെന്റ് HSSൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഞാനുള്ളത്. ഈ ദുരന്ത മേഖലയിലെ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ഒന്നാണ് ഇവിടെ. കാരണം ഇവിടെയും 104 കുടുംബങ്ങളിലായി 561 പേരാണുള്ളത്. 161 കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഏതാണ്ട് ഈ ക്യാമ്പ് നിറഞ്ഞ ഒരവസ്ഥയാണ്. ഇവിടെ നിന്നും ഇവിടേക്ക് എത്തുന്ന ആളുകളെ മറ്റ് ക്യാമ്പുകളിലേക്കാണ് ഇപ്പോൾ മാറ്റുന്നത്. കാരണം അത്രയും ആളുകൾ ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ഒന്നായി കാണുന്നതും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, രാഹുൽ ഗാന്ധി, അങ്ങനെ വിവിധ ആളുകൾ ഇവിടെ സന്ദർശനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ചേട്ടാ, ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാട്ടാ? സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ ക്യാമ്പിൽ ഞങ്ങൾക്ക് നല്ല സുഖമാണ്. സുഖം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ബുദ്ധിമുട്ടും ക്യാമ്പിലില്ല. എല്ലാവരും നല്ല സഹകരണങ്ങളാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരും എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ അതിൽ എന്ത് തന്നാലും നമുക്ക് പോയത് പോയില്ലേ. എൻ്റെ അമ്മ, എൻ്റെ 2 ഏട്ടൻ, അനിയൻ്റെ മക്കൾ, ഏട്ടൻ്റെ മക്കൾ എല്ലാം പോയി. അതിൽ ഏട്ടനെയും അനിയനെയും ഏടത്തിയമ്മനെയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആരും ബോഡി കിട്ടിയിട്ടില്ല. അനിയൻ്റെ കംപ്ലീറ്റ് വീടും പോയി. അതിൽ അനിയൻ്റെ മോൻ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് കഴിച്ചതാണ്. പിന്നെ അവൻ്റെ ചോദ്യമാണ്, എനിക്കിനി ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും? വീടും പോയി, ഒന്നുമില്ല, കംപ്ലീറ്റും പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള സമയത്ത് നമ്മൾ എന്ത് തന്നാലും നമുക്ക്. പേരെന്താ? വീട് ഏത് വാർഡിലാണ് വരുന്നത്? മുണ്ടക്കൈ 11ാം വാർഡിലാണ്. എൻ്റെ പേര് രാജകുമാർ. വീട്ടിലായിരുന്നില്ല, ഞാനും വൈഫും മക്കൾ മാത്രമേ രക്ഷപ്പെട്ടത്. ഏട്ടനും ഏടത്തിയമ്മ, അനിയൻ്റെ ഭാര്യ, അനിയൻ്റെ 2 മക്കൾ, ഏട്ടൻ്റെ മോള് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായിരുന്നു. എല്ലാവരും പോയി, വീട് കംപ്ലീറ്റും പോയി. ഇനി ആ ഭാഗത്തേക്ക് എങ്ങനെ തിരിച്ചു പോകുമെന്നുള്ളതിൽ ഒരു ലക്ഷ്യമില്ല. ഇതെങ്ങനെ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഉരുൾപൊട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നു? ഞാൻ പിന്നെ അവർ താമസിക്കുന്ന കുറേ തൊട്ട് താഴെ ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാനൊരു 1 മണിയാകുമ്പോൾ ഒരു ഭീകരമായ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്, ഭയങ്കര സൗണ്ട്. അപ്പം ഞാൻ എണീറ്റ് നോക്കുന്ന സമയത്ത് നല്ല മഴയും വീട് സൈഡിൽ കൂടെ കംപ്ലീറ്റും വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, അച്ഛനെയും അമ്മേനെയും കൂട്ടിക്കോ, പിന്നെ മോനെ അച്ഛനെയും അമ്മേനെയും കൂട്ടിക്കോ, എടുത്ത് ചാടിക്കോ, വേറൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ചാടി, അപ്പുറത്തേക്ക് പാലത്തിൻ്റെ അപ്പുറം കിടക്കാൻ വിചാരിച്ച ഓപ്പോസിറ്റ് ചാടി നോക്കുമ്പോഴത്തേക്കും അവിടെ ആ സൈഡ് കംപ്ലീറ്റും മണ്ണും മരങ്ങളെല്ലാം ഒലിച്ചു വരുന്നേ. അപ്പം എനിക്ക് മനസ്സിലായി ഭീകരാന്തരീക്ഷമാണ്. അങ്ങനെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് മേലോട്ട് കയറി അവിടുന്ന് അച്ഛനെയും അമ്മനെയും കൊണ്ട് ഇപ്പുറത്താണ് കാവ്യക്കോട് കുത്തിയൊലിച്ചാണ് വെള്ളം വരുന്നത്. പിന്നെ നമ്മൾ വീടിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഒരു ജീപ്പ് മേലെന്ന് വന്ന് അവിടെ കിടക്കുന്നു. അങ്ങനെ അച്ഛനെയും അമ്മനെയും ചാടി കടന്ന് അപ്പുറത്തേക്ക് എടുത്ത് എറിഞ്ഞ് അവിടുന്ന് ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ അവിടെ വെള്ളമില്ല. അങ്ങനെ അച്ഛനമ്മ നിൽക്കുമ്പോഴത്തേക്കും പാലത്തിൻ്റെ അവിടെ നിന്ന് വിളി കേൾക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേന്ന്. അപ്പോൾ എനിക്കിത്ര അറിയുന്നില്ലല്ലോ. അപ്പം ഞാനങ്ങനെ ഉണ്ടാക്കിയ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഓടി അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് എൻ്റെ കാലങ്ങ് പൂന്തിപ്പോയി, വെള്ളം വന്നടിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി സീരിയസ് ആണ്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. ഞാൻ വേഗം വലിഞ്ഞു കയറി ഇവരെ വന്ന് അച്ഛനെയും അമ്മനെയും എടുത്ത് ചൂരമലയ്ക്ക് അങ്ങോട്ട് നടക്കുക. ആ മഴയത്ത് കുരാകുരിയിട്ടു. ഞാൻ അവിടെ എത്തി. അവിടെ ഒരു നമ്മളെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ വീട്, അവിടെ അഭയം പ്രാപിച്ച്. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് 3ാമത്തെ പൊട്ട് വിട്ടുന്നത്. അപ്പം ഞാൻ മനസ്സിലായി ഇത് രക്ഷല്ല, ചിലപ്പോൾ എല്ലാം പോവും. അപ്പം അങ്ങനെ അച്ഛനെയും അമ്മനെയും കൊണ്ട് മോനും ആ രാത്രി ഇറങ്ങി ചൂരമലയ്ക്ക് ലക്ഷ്യമില്ലാതെ പോയാണ്. പ്രായമുള്ള അച്ഛനും അമ്മയാണ് വൈഫിൻ്റെ, എടുത്തും കൊണ്ടാണ് ഓടുന്നത്. പിന്നെ എനിക്ക് പിന്നെയും ഭയങ്കര സൗണ്ടിലാണ് കേൾക്കില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം. പിന്നെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവുണ്ട് കുന്നിൻ്റെ മേലെ, എൻ്റെ ലക്ഷ്യം അതാ. അങ്ങനെ അച്ഛനും അമ്മനെയും കുറച്ച് ചായക്കാട്ടിനുള്ളിൽ കൂടെ വാരി വലിച്ച് എടുത്ത് പൊക്കി ആ ബംഗ്ലാവിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ശ്വാസം വന്നത്. അതിന് ശേഷമാണ് ഈ ക്യാമ്പിലെത്തിയത്. ക്യാമ്പിൽ ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷെങ്കിൽ ഇത് അനിയനും ഏട്ടനും മക്കളും പോയി, വീടും പോയി. ഇതുപോലെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട നിരവധി ആളുകളാണ് ഈ ഒരു ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് ഈ ക്യാമ്പിൽ കഴിയുന്നത്. ഇതുപോലെ 9 ക്യാമ്പുകളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നതും. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ഒന്നാണ് ഇവിടെ മാത്രം 561ഓളം പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ക്യാമ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഇവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കുന്നുണ്ട്. ചേട്ടാ, ക്യാമ്പിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? ക്യാമ്പിൻ്റെ കുഴപ്പമില്ല. 2 വീട് മുണ്ടക്കയത്ത് തന്നെയാണ്. ഞങ്ങൾ ചൂരമല സംഭവം നടക്കുമ്പോൾ ചേട്ടൻ ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഞങ്ങൾ വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴാണ്
എൻ്റെ ഏട്ടൻ വേറൊരു ഏട്ടനുണ്ട്. ഏട്ടനവിടേക്ക് പെട്ടെന്ന് മാറി. രാവിലെ ഞങ്ങൾ താമസിച്ച കോട്ടേഴ്സ് കംപ്ലീറ്റ് പോയി. പിന്നെ ഒരു ഏട്ടൻ നഷ്ടപ്പെട്ടു, ഒരു മോനും പോയി, ഏട്ടൻ്റെ മോനും പോയി. മോനെ കിട്ടി, ഏട്ടനെ എപ്പോഴും തിരഞ്ഞുകൊണ്ടൊക്കെ കിട്ടിയിട്ടില്ല. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ദുരന്തം ഇനി വരാനില്ല. ഒരു 500-ൽ പരം ആൾക്കാർ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ആളുകൾ ഇനിയും കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആളുകളെല്ലാം പോയി. കാരണം ഒരു നാടന്നെ പകുതിയോളം പോയി, ആളുകളും പോയി. ഇനി എന്താണെന്നുള്ളതാണ് ഇനിയിപ്പോൾ, എന്ത് ചെയ്യുന്നുള്ളതാണിപ്പോൾ. ഇതാണ് ഇവരുടെ അവസ്ഥ. ഈ ഒരു ഉരുൾപൊട്ടലിനെ അതിജീവിച്ചാലും ഇനി എന്ത്, ഇവരുടെ ഉറ്റവർക്ക് ഇവർ നഷ്ടമായി, അതുപോലെ തന്നെ ഇവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടമായി, വീട് നഷ്ടമാകുന്നു, ആളുകൾ നഷ്ടമാകുന്നു. ഇനി എന്ത് എന്നുള്ളതാണ് ഇവരുടെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം. നിലവിൽ എന്തായാലും ഇവിടെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം നിരവധി പേരാണ് ഈ ക്യാമ്പിലുള്ളത്. ഈ ക്യാമ്പിൽ ആവശ്യ സൗകര്യങ്ങൾ, ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണെങ്കിലും മറ്റു ജില്ലകളിൽ നിന്നും സുമനസുകളുടെയൊക്കെ സഹായങ്ങൾ ഇവിടേക്ക് ഒഴുകുകയാണ്. ഇവർക്ക് ആവശ്യമായ മെഡിക്കൽ സാധനങ്ങൾ, അതുപോലെ തന്നെ ബ്ലാങ്കറ്റുകൾ, ഉടുപ്പുകൾ, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള വസ്തുക്കൾ, അതുണ്ടാക്കാനുള്ള വസ്തുക്കൾ, കുടിവെള്ളം, അങ്ങനെ ഇവർക്ക് ആവശ്യമായി എന്തൊക്കെ നമുക്ക് നൽകാൻ കഴിയുമോ അതെല്ലാം ആളുകൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിലായി 9 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നതും. എന്തായാലും ഈ ഒരു സാഹചര്യം, പലർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവർക്ക് അതിന്റെ ചികിത്സയ്ക്കുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട്. കുട്ടികളുടെ പഠിത്തം, അങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടിനി എന്ത് എന്നുള്ളതാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം.